അപ്പോൾ അങ്ങനെ നമ്മുടെ ഖത്തറിലും മോട്ടോ ആർട്ട് നടക്കാൻ പോവാട്ടാ. ഖത്തേഴ്സ് ഫസ്റ്റ് എവർ മോട്ടോ ആർട്ട്. Daddy finger, where are you? Daddy 1, 2, 3, go. Start. സ്റ്റാർട്ട്. റെഡി 1 2 3 ഗോ സ്റ്റാർട്ട് എന്ന് ഹലോ എന്ന് പറഞ്ഞേ. Hello. ഉറക്കെ പറ, നേരത്തെ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് നോക്കിട്ട് പറ. അപ്പുറം തൂക്കിട്ട് ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഖത്തറിൻ്റെ കൾച്ചറൽ വില്ലേജായ ഖത്താരയിലാണ് കേട്ടോ. നമ്മുടെ ഖത്താരിൽ ഇന്നൊരു ഗംഭീര സംഭവം നടക്കുകയാണ്. ഖത്തറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മോട്ടോ ആർട്ട് നടക്കാൻ പോകട്ടോ. നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ഖത്തറിൽ ഒരു ഗംഭീര ഇവൻറ്റ് സംഘടിപ്പിച്ചേക്കാണ്. ഖത്തറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇൻ ഖത്തർ മോട്ടോ ആർട്ട്. ഖത്തറിൻ്റെ കൾച്ചറൽ വില്ലേജ് എന്നറിയപ്പെടുന്ന ഖത്താരയിലാണ് കേട്ടോ ഈ ഒരു ഇവൻറ്റ് സംഘടിപ്പിച്ചേക്കണേ. ഈ നിർത്തിയിട്ടിരിക്കുന്ന കാറുകളിൽ ആർട്ട് ഫാക്ടറിയുടെ ഒരു ലോഡ് കലാകാരന്മാർ അവരുടെ കഴിവ് തെളിയിക്കാൻ പോകട്ടെ. ക്യാൻവാസിലെ ചിത്രവര നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് വേറൊരു വെറൈറ്റി പരിപാടിയാണ്. അതായത് കാറുകളെ ക്യാൻവാസ് ആക്കി ചിത്രം വരയ്ക്കുന്ന ഒരു അപൂർവ ഇവന്റ്. വെറുതെ 4 ടയർ പിടിപ്പിച്ച് മരുഭൂമിയിലേക്ക് കയറ്റിവിട്ട് കഴിഞ്ഞാൽ മാജിക്ക് കാണിക്കുന്ന ഒരു കൂട്ടം മച്ചാന്മാരുടെ ടീമാട്ടോ നമ്മുടെ ഡൂൺ ട്രൂപ്പേഴ്സ്. അപ്പോൾ ഈ ഡൂൺ ട്രൂപ്പേഴ്സും ഖത്താര ആർട്ട് ഫാക്ടറിയും ചേർന്നിട്ടാണ് ഈ ഒരു വമ്പൻ സംഭവം ഇവിടെ സംഘടിപ്പിക്കണേ. അപ്പോൾ എന്താണ് ഈ മോട്ടോ ആർട്ട് എന്ന് നമുക്ക് നമ്മുടെ ഡൂൺ ട്രൂപ്പേഴ്സിലെ മച്ചാന്മാരോട് ചോദിക്കാട്ടോ. അപ്പോൾ റമീസ് ബ്രോ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഖത്തറിൽ ഫസ്റ്റ് ടൈം മോട്ടോ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈവൻറ്റ് സംഘടിപ്പിച്ചേക്കാണ്. ഡൂൺ ട്രൂപ്പേഴ്സും അതുപോലെ തന്നെ ആർട്ട് ഫാക്ടറി കേട്ടോ. അപ്പോൾ ഈ മോട്ടോ ആർട്ടിനെ കുറിച്ച് ജസ്റ്റ് 2 വാക്ക്. എന്താണ് ഈ മോട്ടോ ആർട്ട്? നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോട്ടോ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവൻ്റാണ്. ഡ്യൂൺ ട്രൂപ്പേഴ്സിൻ്റെ 50ഓളം വണ്ടികളും ആർട്ട് ഫാക്ടറിയിൽ നിന്നുള്ള ഏകദേശം 100ഓളം ആർട്ടിസ്റ്റുകളും കൂടി സംഘടിച്ചുകൊണ്ട് ഖത്താറയിൽ നടക്കുന്ന ഒരു വലിയൊരു ഇവൻ്റാണ് മോട്ടോർ ആർട്ട്. ആംഫി തിയേറ്ററിൻ്റെ മുന്നിൽ കഴിഞ്ഞ 12-ാം തീയതി മുതൽ ഇന്ന് മിഡ് നൈറ്റ്, അതായത് 18-ാം തീയതി രാത്രി വരെ നടക്കുന്ന ഒരു ഇവൻ്റാണ് മോട്ടോർ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. GCCയിൽ തന്നെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ഇവൻറ്റും കൂടെയാണ് മോട്ടോ ആർട്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഇയറുകളിലെല്ലാം ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മോട്ടോ ആർട്ട് എന്ന് പറയുന്നത് ഇതിലും വിശാലമായിക്കൊണ്ട് തന്നെ പല ഭാഗത്തും തന്നെ ഖത്തറിൻ്റെ വിവിധ ഭാഗത്ത് ഈ മോട്ടോ ആർട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡ്യൂൺ ട്രൂപ്പേഴ്സ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഖത്തറിലുണ്ട്. ഡ്യൂൺ ട്രൂപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഓഫ് റോഡ് ക്ലബ്ബാണ്. നിലവിൽ 300-ൽ കൂടുതൽ വണ്ടികളായിട്ട് ഖത്തറിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഡ്യൂൺ ട്രൂപ്പേഴ്സ്. അങ്ങനെയും ചിലർ പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ആംഫി തിയേറ്ററിൻ്റെ മുന്നിൽ നിരന്ന് നിൽക്കുന്ന 50-55ഓളം വണ്ടികൾ ഡ്യൂൺ ട്രൂപ്പേഴ്സിൻ്റെ വണ്ടികളാണ്. ഡ്യൂൺ ട്രൂപ്പേഴ്സും ആർട്ട് ഫാക്ടറിയും കൂടി കൊളാബ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം. അതായത് ഈ ആർട്ട് ഫാക്ടറി ഞങ്ങൾ കുറച്ച് കാലം മുതലായിട്ടാണ്, അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഞങ്ങളെ വണ്ടി അവർക്ക് കൊടുക്കാനുണ്ടായിട്ടുള്ള ഒരു ബ്രോ. ഈ ആർട്ട് ഫാക്ടറിനെ കുറിച്ച് നമുക്ക് കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഇവന്റോട് കൂടി ആണ് ഈ ഒരു ആർട്ട് ഫാക്ടറി എന്നൊരു സംഭവം നമ്മൾ കൂടുതൽ ഇങ്ങനെ കേട്ടു തുടങ്ങിയത്. അപ്പോൾ എന്താണ് ഈ ആർട്ട് ഫാക്ടറി, എന്താണ് ഈ ഒരു ഇവന്റ് സംഘടിപ്പിക്കാനുണ്ടായ ഒരു മോട്ടീവ് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? ഏകദേശം ഖത്തറിൽ 12 വർഷം, ഈ മേഖലയിൽ 23 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടാണ് ആർട്ട് ഫാക്ടറി ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഏകദേശം ഈ പരിപാടി നാഷണൽ ഡേ പ്രമാണിച്ചിട്ടും ഖത്തറുടെ 14ാം ആനിവേഴ്സറി പ്രമാണിച്ചുമാണ് നമുക്കിങ്ങനൊരു ചാൻസ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സിബിഷൻസ് ഉണ്ട്, പിക്ചർ ഫ്രെയിമിംഗ് ഉണ്ട്, ആർട്ടിസ്റ്റുകൾക്ക് ഒത്തുകൂടാനുള്ള നല്ലൊരു വേദി, അതുകൂടാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ ഏകദേശം എത്ര ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തു? ഈ ഒരു അതായത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 100ഓളം ആർട്ടിസ്റ്റുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, ഈ ഇവൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് തരം പെയിൻ്റാണ് ഇതിൽ യൂസ് ചെയ്തേക്കണേ? ഇപ്പോൾ ഡൂൺ ട്രൂപ്പേഴ്സിൻ്റെ ഒരു ടീം ഒരു ലോഡ് കാറുകൾ അവിടെ കൊണ്ടിട്ടാണ്.
അതൊക്കെ എന്ത് ഗ്യാരണ്ടിയിലും കൊണ്ടിട്ട് എനിക്ക് തന്നെ സംശയമുണ്ട്. കാരണം ഈ പെയിന്റ് ഒക്കെ കഴുകിയപ്പോൾ ഇതൊക്കെ കുറേ ഡൗട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന്. അതിൽ വ്യക്തമായ ഉത്തരം എന്ന് പറയുന്നത് അവർക്ക് നമ്മളിൽ വിശ്വാസവും നമുക്ക് അവരിലുള്ള വിശ്വാസം തന്നെയാണ്. വേറെ അവരിത് പെയിന്റ് അടിച്ച് ട്രയൽ നോക്കിയിട്ടോ ഒന്നുമല്ല, നമ്മളിലുള്ള വിശ്വാസം പരിപൂർണമായിട്ട് അവർ നമ്മളെ ഏൽപ്പിച്ചതാണ്. എല്ലാം ടെക്നിക്കലി എന്ത് തരം പെയിന്റാണ് യൂസ് ചെയ്യണമെന്ന് അറിയണം. അതിൽ ഉപയോഗിച്ച പെയിന്റ് വാഷബിൾ പോസ്റ്റർ പെയിന്റ് മാത്രമാണ്. വളരെ നോർമലായിട്ടുള്ള പോസ്റ്റർ പെയിന്റ് ആണ്, വാഷബിൾ ആണ്, വാട്ടർ കളർ അല്ല, പോസ്റ്റർ പെയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പോകും. സിമ്പിളായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകും. അപ്പം ഖത്താറുടെ 14ാം വർഷമായിട്ട് ബന്ധപ്പെട്ട് ഖത്താറുടെ 14ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇവന്റ് ഇവിടെ ചെയ്യാൻ പറ്റിയതിൽ വളരെ നന്ദി അറിയിക്കുന്നതാണ് ഖത്താറോടും അതുപോലെ ഡ്യൂൺ ട്രൂപ്പേഴ്സിനോടും. ഇത്രയും വില കൂടിയ വണ്ടികൾ നമുക്കിങ്ങനെ കൈവിട്ട് തന്നതിലും അതിനൊക്കെ നന്ദി വീണ്ടും വീണ്ടും പറയാണ്. പിന്നെ അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ബാക്കിൽ കാണാം. അപ്പോൾ ഡൂൺ ട്രൂപ്പേഴ്സും ആർട്ട് ഫാക്ടറിയും ചേർന്നിട്ട് ഒരു ഗംഭീര വിരുന്നാട്ടാണ് നമുക്കിവിടെ ഒരുക്കിയേക്കണേ. ഒരു ലോഡ് 4x4 കാറുകളാണ് ഈ ഖത്തറയിൽ ഇവിടെ നിരത്തി ഇങ്ങനെ ഇട്ടേക്കണത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമിന് ഖത്തറാണ്. അപ്പോൾ വരും വർഷങ്ങളിലും ഗംഭീരമായിട്ട് തന്നെ ഈ പരിപാടി ഉഷാറാവട്ടെ നമുക്ക് ആശംസിക്കാം. പോളിനാട് ഒഫീഷ്യൽസിന്റെ എല്ലാവിധ ആശംസകളും.